കണ്ണാപ്പി ലുക്ക് കണ്ടിട്ട് നിങ്ങൾ ആരും പേടിച്ചൊന്നും പോണ്ട. ബിക്കോസ് ഞാൻ കുറച്ച് ഒച്ചയിൽ സംസാരിച്ചു. മോളുടെ മൃദുലമായ സൗണ്ട് കേട്ടിട്ട് മുന്നേ ഇരിക്കുന്ന ചേട്ടൻ മോൾക്ക് കല്യാണം കൊണ്ടൊന്നും വരാൻ പോകും. അപ്പൊ എന്റെ ഈ കണ്ണാപ്പി ലുക്ക് കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട. ബിക്കോസ് ഞാൻ എപ്പോഴും ഒരു കണ്ണാപ്പിയാണ്, എപ്പോഴും കണ്ണാപ്പി. അപ്പൊ ഞങ്ങളിപ്പോ ഹോട്ടലിൽ കയറിയിട്ട് ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് എനിക്ക് തോന്നുന്നു അതൊന്ന് കാലോണ്ടൊന്ന് പിടിച്ചു വെച്ചോ, അതായിരിക്കും. അഡ്വഞ്ചറസ് വ്ളോഗിങ് ഒക്കെയാണ്. അപ്പൊ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒന്ന് ഫ്രഷ് ഒക്കെ ആയി ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് ഇപ്പൊ ഇറങ്ങിയേക്കാണ്. കറക്റ്റ് ഒരു 10-14 ഒക്കെ ആയപ്പോ തോന്നുന്നു. അതെന്റെ കണ്ണടന്റെ 10:25 ആയപ്പോ ഇറങ്ങി. 10 മണിക്ക് പുറപ്പെടേണ്ടായിരുന്നു. നമ്മള് 20 minutes ലേറ്റ് ആയി. നമ്മള് കുറച്ച് ഫോട്ടോസൊക്കെ കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു. അപ്പൊ അതിന്റേതായിട്ടുള്ള അങ്ങനെ സമയം പോയി. ഇവിടുന്ന് ടൈഗർ പാർക്ക് നമ്മൾ ആദ്യം പോണത് ടൈഗർ പാർക്കിലോട്ടാണ്. ടൈഗർ പാർക്കിലേക്ക് ഒരു 1.5 അവർ ഉണ്ട്. കണ്ണട വെച്ചോണ്ട് ബോധമില്ല, പണ്ടേ ഇല്ലാത്തോണ്ട് ഉള്ളതൂടെ പോയി. അപ്പൊ അത്ര അപ്പൊ അത്ര ഡിസ്റ്റൻസ് ഉണ്ട്. ഇനി അവിടെ പോയിട്ട് ഇന്നത്തെ പ്ലാൻ ഞാൻ ജസ്റ്റ് പറയാം. ഞാൻ നിങ്ങളുടെ ടൂർ ഗൈഡാണെന്ന്. ഇവൾ എന്റെ ടൂർ അസിസ്റ്റന്റ് ഗൈഡ്. ക്യൂട്ട്നെസ് മാത്രം ഇടാൻ ഞാൻ ഇവിടെ പറ്റിക്കുള്ളൂ. ഇവിടുന്ന് ഇന്ന് പോയി ടൈഗർ ഷോ ഉണ്ട്. അവിടെ മുതലേക്ക് ഉണ്ടെന്നാണ് കേട്ടേക്കുന്നത്. മുതലയുടെ വായിട്ട് അവിടെ അവിടെ തലയിൽ വെക്കാന്നൊക്കെയാണ് നമ്മളോട് ഒരു ധാരണകൾ തന്നിരിക്കുന്നത്. അപ്പൊ മുതലുണ്ടോ, മുതലയുടെ കുഞ്ഞുണ്ടോ, പല്ലിക്കുഞ്ഞുണ്ടോ എന്നൊന്നും അറിയാൻ പാടില്ല. പോയിട്ട് നോക്കണം. ഈ ഒരു മുതലുള്ളത് കൊണ്ട് ചിലപ്പോൾ ഉള്ള മുതലകളൊക്കെ രാജ്യം വിട്ട് പോവാൻ മതി. എനിക്ക് തോന്നിക്കുന്നു നീ എന്താ പറയാ ഊക്കൽ എനിക്ക് തന്നെ വരും. പിന്നെ ഞാൻ ആരും ഊക്കാനാ ചേട്ടൻ ഊക്കിയാ ചേട്ടൻ മനസ്സിലാവും. നിങ്ങളിപ്പോ പറയൂ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ ടൈഗർ ഷോ ഉണ്ട്. അവിടെ ചെന്നിട്ട് വേറെ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പിടിക്കാന്നുള്ളൊരു മട്ടാണ്. എക്സ്ട്രാ എന്തെങ്കിലും സംഭവങ്ങൾ എക്സ്ട്രാ ഇന്ന് സ്കെഡ്യൂൾ ചെയ്തേക്കുന്നത് ടൈഗർ ഷോയും പിന്നെ അൽക്കസാർ ഷോ. അതെന്താണെന്നുള്ളത് അറിയത്തില്ല. ഡാൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മൾ അത് കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഷോയ്ക്ക് പോകുന്നൊന്നും പറയാനൊന്നും കാരണം നമുക്കറിയില്ല. എന്തെങ്കിലും പുതിയത് ട്രൈ ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയതൊക്കെ കാണണം, എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെ ഉള്ളതാണ് ഇപ്പൊ നമ്മളെ മൈൻഡിലുള്ളത്. സോ ഇത് നമുക്ക് എന്തൊക്കെ പറ്റും മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ അതൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങളും ഉണ്ടാവും ഞങ്ങളെ കൂടെ. സോ സ്റ്റേ ട്യൂൺഡ്. So welcome to part 1 in Thailand. ആരോ തലക്കിട്ട് അടിച്ചിട്ടില്ലേ പാമ്പ്, ഈ മറ്റേ സാധനമുണ്ടല്ലോ തേരട്ട, തൊട്ട ഇങ്ങനെ പോണത്. നമ്മൾ ഇവിടുന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങാണ്. എന്നിട്ട് ടൈഗറിനെ കാണാൻ പോവാണ്. നോക്കല്ലേ, എക്സൈറ്റഡ് ആണ്. ഉറങ്ങേണ്ട ആ ഒരു ചെറിയൊരു ഇതുണ്ട്. ടൈഗറിനെ കണ്ടു ഇനി ആതിരത്ത് കയറുവനെ. നല്ല സെറ്റപ്പ് ആട്ടോ ഇതൊക്കെ. നമ്മളെ ഡ്രൈവറാണ് നമ്മളെ ഗൈഡ്. അപ്പൊ പുള്ളി പറയുന്ന പോലെ നമ്മൾ ചെയ്യും. എന്താ ടൈഗർ കുഞ്ഞുങ്ങളൊക്കെ. ഇതാണ് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ടോ. ഞങ്ങള് 350 ആണ് അല്ലേ. വി ആർ എക്സൈറ്റഡ്. ഇവിടെ ഒരു സാധനം കുത്തി തന്നിട്ട് എനിക്കുണ്ട്. പക്ഷെ ഒരു സാധനം പറഞ്ഞു ഞാൻ ഉറങ്ങിപ്പോയിട്ട് എനിക്ക് ഇവിടെ പാടും കിട്ടി. ഓ ടൈഗർ ബേബി ഉണ്ടെന്ന് തോന്നുന്നല്ലേ. ഇത് ഹ്യൂമൻ ബേബി. ഇവിടെ തന്നെ ക്രോക്കഡൈലും ഉള്ളത്. ടൈഗർ പ്ലസ് ക്രോക്കഡൈലാണുള്ളത്. ധൈര്യം നമുക്ക് നല്ലോണം എന്താ പറയുക, നല്ല രീതിക്ക് ധൈര്യം വേണം. അല്ലെങ്കിൽ എന്താ പറയുക, ഭയങ്കര ഒരു മൂഞ്ചിയ അവസ്ഥയായിട്ട് നമ്മൾ തിരിച്ചു വരേണ്ടി വരും. ഇപ്പൊ ഒരു വണ്ടി വന്ന് കിട്ടും നമുക്ക്. ഈ വണ്ടി കയറാൻ കണ്ണട വെക്കാൻ. കാണാൻ പറ്റുന്നുണ്ടോ അവിടെ ഉണ്ടിട്ടോ സാധനോ. അയ്യോ എന്ത് വലുതാണിത്. ഞാൻ കണ്ടില്ല. അതിന്റെ ഉള്ളിലുണ്ട്. അതാണ് ആ ശബ്ദം ഇടുന്നത്. ഇതെന്താ തുമ്മല് പിടിച്ചാ?
കുമ്മല് പിടിച്ച് കുമ്മല് പിടിച്ചോ നോക്കെ ഇറങ്ങാനില്ല. ഓക്കെ ഇരിക്കാം. ഇവർക്കെന്താ ഇത്ര ധൃതി നോക്കെ. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവൂലേ? ഇതാ നോക്ക്, എന്ത് വലിയ സൈസാണ്. അല്ലാ എന്തോരെണ്ണാണ് റബ്ബേ. ഇതിങ്ങക്ക് എല്ലാവർക്കും കൂടെ തിന്നാനുള്ള ചെറിയ പീസ് ഇറച്ചി ആയിട്ട് മതി നമ്മളേക്ക്. ഇവരെന്താണിത്? ഇത് കണ്ടോ? അല്ലാ ഓ റോറ് ചെയ്യന്നെ. ഓ എനിക്ക് ആ ടൈഗറിന്റെ ചന്തിയാ കിട്ടുന്നത്. ഓ എന്തോരെണ്ണണ്ടീല്? 1 2 3 4 5 മണക്ക് നീറ്റുകൾ കുളിക്കാറില്ലെന്നാവോ? ഇല്ല മോളെ, കുളിപ്പിച്ചൊക്കെ കൊടുക്കാം. ഇല്ല പിന്നെ നല്ല ക്യൂട്ട് ഇല്ലേ? നല്ല രസം കാണാൻ. ബേബി റിയൽ ടൈഗറിനെ മുന്നേ കണ്ടിക്കുന്നോ? ഞാൻ എന്നെ കണ്ടു. ശരിക്കും പറയാം ഇല്ലടാ, ഞാൻ കണ്ടിട്ടില്ല. ഞാനും ഫസ്റ്റ് ടൈമാ. കണ്ടിട്ടുണ്ടാ? ഏതൊരു ഷോക്ക് കണ്ടിട്ടുണ്ട്. അത് ലയണ്ണാ തോന്നണേ. ലയണല്ലേ? കണ്ടിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം സൂലും വെച്ച് കണ്ടിട്ടില്ല മുന്നേ. ലവ് യു എന്ന് പറഞ്ഞൊരു ടൈഗർ ടോപ്പിയാസോന്റെ തന്നെ കേട്ടാ. മഹാറാണി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരിക്കുക. ഇത് നമ്മള് ബാക്കിൽ തന്നെ ഉണ്ട് ഒരു ടൈഗർ കുട്ടൻ. ഒന്നല്ല കൊറേ. അയ്യോ ലയണ് ബേബി. ഇവിടെ വാക്ക് വിത്ത് ടൈഗറാ. ഓ അവിടെ ലയൺ ഉണ്ട് അല്ലേ? അതിനെ കെട്ടിയൊക്കെ. അല്ല ലൈഗൺ. അയ്യോ ലൈഗണ്ണ്. ടൈഗറും ലയണും കൂടെ വന്ന് ലൈഗണ്ണ്. ബേബി അത് നോക്കിയേ. ഫോട്ടോ വിത്ത് ലയൺ 400 ബാത്ത്. എല്ലാരും എടുത്തു പോകുന്നുണ്ടല്ലോ. നമുക്ക് ലയണിനെ കാണാം. ലയണൊക്കെ റെസ്റ്റ് എടുക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ലയണിന്റെ കൂടെ ഫോട്ടോ എടുക്കണേ നമുക്ക് 400 ബാത്ത് കൊടുക്കണം. ഉള്ളിൽ കയറി ഫോട്ടോ എടുക്കാൻ പറ്റൂല്ലേ? ഉള്ളിൽ കയറി ഫോട്ടോ എടുക്കണോ? തുണിയില്ലാതെ നിൽക്കണോട്ടല്ലേ? എന്തോ ഒരു പോലെ എനിക്ക് തോന്നുന്നു. മറ്റേ ടൈഗറിനെ കണ്ടിട്ട് കാണുമ്പോളേ ടൈഗർ ആണ് നല്ലത്. ടൈഗർ ലുക്സ് ഗുഡ്. നമ്മള് വളി വിട്ടോ അത് തന്നെ ഒറ്റക്ക് കിട്ടിയിട്ടുണ്ടാവും. ഉള്ളിൽ കയറി എടുക്കുന്ന ഫോട്ടോ എന്റെ മാമാടെ മോനാളുള്ള ഉള്ളിൽ കൂടെ അല്ല ലയന്റെ കൂടെ ഉള്ളിൽ കയറി ഞാൻ ഫോട്ടോ എടുക്കുന്നതിനാണ് 400 ബാത്ത്. ഇത് ടൈഗറിന്റെ കൂടെ എടുക്കാൻ സെപ്പറേറ്റ് ഉണ്ടാവൂല്ലേ? ഓക്കെ. സോ നമ്മള് ലയന്റെ കൂടെ എടുക്കുന്നുണ്ടോ? എനിക്ക് ഇതൊരു മെനല്ല എന്ന് തോന്നുന്നു. എനിക്ക് ടൈഗറിന്റെ കൂടെ എടുത്താൽ മതി. ഒരു പാവം പിടിച്ച ലയണ്. അതിനെ കണ്ടാൽ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാൻ തോന്നുന്നില്ല. അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം നമുക്ക്. അപ്പൊ ഞങ്ങള് ലയന്റെ അടുത്ത് നിന്ന് മെല്ലനെ നീങ്ങി. ബിക്കോസ് ലയന്റെ ഇതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ ആക്ച്വലി ഞങ്ങളോട് തന്നെ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറഞ്ഞ ഓല് പോയി. ഡ്രൈവറിനെ ഒന്നും കാണുന്നില്ല. ഇവിടെ ഒന്ന് കയറി നോക്കാം എന്തായാലും. ഞാൻ കാണിച്ചു തരാം ഗൈസ്. നമ്മളിതാ ഇവിടെ ടൈഗറിന്റെ അടുത്തേക്കാണ് കയറുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതാണ്ടോ ഫോട്ടോ വിത്ത് ടൈഗർ, ദിസ് ഈസ് ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നു. വാ ബേബി, നമുക്ക് ടൈഗറിന്റെ അടുത്ത് കയറാം. ഇവിടെ കുറച്ച് റൂൾസ് ഉണ്ട്. യുവർ വോയിസ് ഡൗൺ ആസ് ഇറ്റ് മൈ ഡിസ്ട്രാക്ട് ദ ടൈഗേഴ്സ്. നമുക്ക് എന്താക്കാം? എല്ലാം എത്ര രൂപ? 400 രൂപ. 400 തായ് പാത്താ അറിയൂല. ഇവിടെ ഒന്നും എഴുതിയിട്ടില്ലല്ലോ. ആരോടൊപ്പം ചോദിക്കാം. ഇവിടെ ചോദിക്കാം. ഹായ് കുട്ടാ. അയ്യോ അതൊന്ന് മയങ്ങി കിടക്കാൻ തോന്നണേ. എന്താ ടയേർഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അല്ലേ? ടൈഗർ ഞാൻ കാണുന്നുണ്ട്. സോ ക്യൂട്ട് അല്ലേ? നമ്മളെ കണ്ടപ്പോ വിശക്കണ്ട്. എന്നാ നമുക്ക് മെല്ലനെ കൂടെ നീങ്ങട്ടോ.
റെസ്റ്റോറന്റ് ആണത്. അതാണ് അവിടെ അതായി നിൽക്കുന്നത്, ടയേർഡായിട്ട് കിടക്കുന്നത്. അത് സർക്കസ് കഴിഞ്ഞിട്ട് പോയതാണെന്ന് തോന്നുന്നു. ട്രെയിൻ ചെയ്ത് വെച്ചേക്കാം നമുക്ക് ബേബി. അതൊക്കെ ഈ ഇതിനോടൊന്നും ഇരിക്കാൻ പറഞ്ഞേ. എനിക്ക് തീരെ ഇഷ്ടം ആയില്ല സംഭവം. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഈ മൃഗങ്ങളെ കൊണ്ട് സർക്കസ് ചെയ്യിപ്പിക്കുന്ന ഈ ഒരു സംഭവം എനിക്ക് അല്ലെങ്കിലോ വലിയ താല്പര്യമില്ല. എനിക്ക് എന്താണ് സാധനം എന്നുള്ളത് അറിയാണ്ട് കയറിപ്പോയി. അപ്പോൾ എണീച്ച് പോരുന്ന ഒരു സുഖമല്ലല്ലോ. അപ്പം അത് ഇരുന്ന് കണ്ട് എനിക്ക് പാവം തോന്നി സത്യം പറയുകയാണെങ്കിലും. ഐറ്റിങ്ങളെങ്ങനെ ചെയ്യിപ്പിക്കുന്നുണ്ട്. മേ ബി ഒരു നല്ല ട്രെയിൻഡ് ആയിരിക്കും, പക്ഷെ എനിക്ക് എന്തോ ഒരു പാവമൊക്കെ തോന്നി. ഓക്കും തോന്നിട്ടോ അത്. എനിക്ക് വലിയ ഇഷ്ടമായില്ല. എനിക്കിഷ്ടമായോ? എനിക്ക് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് പാവം തോന്നി. അതന്നെ ഞാനും പറഞ്ഞത്. എനിക്ക് ഇതിനോട് വലിയ താല്പര്യമല്ല, ഈ ഒരു ആനിമൽസ് സർക്കസ്. പക്ഷെ ഇവർക്ക് ടൈഗറിനെ കൂടെ പിക്കെടുക്കാൻ താല്പര്യമുണ്ട്. അതുപോലെ കാട്ടിയപ്പോ നിന്നിട്ട് കാര്യമില്ല, പിക്കെടുത്തില്ല. അതെനിക്ക് എന്തായാലും കാണിച്ചരട്ടോ നിങ്ങൾക്ക്. ഈന്റെ കണ്ണാണ് എന്റെ കണ്ണിന്റെ തൊട്ട്. അതൊന്നും ഞാൻ കണ്ണട കാണിച്ചു തരട്ടോ. റക്കൂൺ ഡോഗ് കണ്ണുണ്ടോ? ഫുൾ ഡാർക്ക് സർക്കിൾ ആയിട്ട്. ഇതിനെയൊക്കെ നമുക്ക് എടുത്ത് പിക്കെടുക്കാൻ പറ്റും. റാബിറ്റും കുഞ്ഞുങ്ങൾ. കുരങ്ങന്മാരെ കയ്യിലെടുത്ത് കുഞ്ഞു കുരങ്ങന്മാരെ സ്ക്വറൽ മങ്കി എന്ന് പറയും. നല്ല രസം. നഖമൊക്കെ വെട്ടി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഒരാൾക്ക് പിക്കെടുക്കാനും വീഡിയോ എടുക്കാനും 100 ബാത്താണ് വരുന്നത്. നമ്മുടെ അവിടെ കിട്ടൂലല്ലോ. കുരങ്ങനാണെങ്കിൽ കുഞ്ഞിനെ എനിക്ക് പിടിക്കണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലേ? എനിക്കുണ്ടായിരുന്നോ? എനിക്കത് പറഞ്ഞപ്പോ എനിക്ക് വരുന്നത്. പക്ഷെ ഐറ്റിങ്ങൾ അങ്ങനെ പിടിച്ചു വെക്കാനൊന്നും പറ്റില്ല. എന്റെ കാല് ഷോർട്സ് കൂടെ ഇട്ടാണ്. കാലും ഒരു ആപ്പിളും കഷ്ണം വീണിട്ട് ഐറ്റിങ്ങൾ പെറുക്കി തിന്ന്. ഞാൻ വിളിച്ച് പഠിച്ചാനെ കടിച്ചാന്ന്. ഇല്ല കടിക്കില്ല. നല്ല സോഫ്റ്റ് അല്ലേ മേല്, നല്ല സോഫ്റ്റ് സാധനം. ഇപ്പൊ നമ്മള് അടുത്തത് ക്രോക്കോഡൈൽ ഷോ കാണാനാണ് വന്നേക്കുന്നത്. അപ്പൊ അത് നമുക്ക് കാണാം. നമുക്ക് മെയിനായിട്ട് ടൈഗറിനോട് പിക്കെടുക്കണം. അതിന്റെ കൂടെ പിന്നെ ക്രോക്കോഡൈലിന്റെ എന്താ വായിൽ ഇങ്ങനെ തലയിട്ടിങ്ങനെ എടുക്കണം. അതുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് പിക്കെടുക്കണോ മോനെ? അത് എക്സ്ട്രാ പേയ്മെന്റാ. എടുക്കാം, അതൊരു രസമല്ലേ? എനിക്ക് പേടിയാ. ഞാനെടുക്കും. എനിക്ക് പേടിയൊക്കെ മരവിച്ച്. അല്ലേ മൂവ് ചെയ്യാ.ใช่ทุกแก
ഇതില്ലല്ലേ ഈസി ആയിട്ടാ എന്തോ ബ്രെഡൊക്കെ വലിച്ചോണ്ടോന്നു കേട്ടോ അയാള് അത് അതിനെ കുത്തുന്നു. നമ്മുടെ എക്സ്പ്രഷൻസ് പേടിച്ചിട്ട് കാണിക്കായിരിക്കും. തല വെച്ചിടണം അല്ലേ? വേണ്ട Big sir. Thank you. എന്താണ് ഫൈനലി ഞങ്ങള് ക്രോക്കോഡൈലിന്റെ അടുത്ത് പോയി. നമ്മള് ക്രോക്കോഡൈലിന്റെ മേത്തിരുന്ന് അതിന്റെ സൈഡ് പ്ലിക്കോന്നാവുന്നു. എന്റെ ആൾ അവിടെ തൊടിയിച്ച് എന്റെ പക്ഷെ കണ്ണടൊക്കെ മറന്നുപോയി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല കട്ടി അതിന്റെ പുറം. ആ ഒരു പേടി നമ്മളെല്ലാം മറന്നു. കൈ മണക്കുന്നാ എനിക്ക് മണമൊക്കെ പോയി പേടിച്ചിട്ടാന്ന് തോന്നുന്നു. കൈ വിറക്കും അതിന് തൊടുമ്പോ ഇങ്ങനെ തല. ഞാനില്ലേ ഞാൻ അങ്ങോട്ട് പോയപ്പോ ചീറ്റി പേടിച്ചാ എന്റെ ഹൃദയമൊക്കെ പുറത്തേക്ക് ചാടി പേടിച്ചിട്ട്. എന്നാലും നല്ല കിടക്കാച്ചി എക്സ്പീരിയൻസ് കേട്ടോ. 400 ബാത്താണ് ഒരാൾക്ക്. അപ്പം നമുക്ക് 2 കൂടെ 800 ബാത്തായി. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോ. പക്ഷെ ഇത് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. ഇതും ക്രോക്കോഡൈലും ടൈഗറും ആണ് നമ്മളെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒഴിവാക്കാൻ പറ്റാത്തത്. ബാക്കി നമുക്ക് പൂതിയുടെ പുറത്ത് നമുക്ക് ചെയ്യാം. കുരങ്ങനെയൊക്കെ നമ്മൾ പൂതിയുടെ പുറത്ത് ചെയ്യുന്നതാണ്. മറ്റേത് മസ്റ്റ് അല്ലേ ബേബി? ഇതൊക്കെ മസ്റ്റ് ട്രൈ ആട്ടോ. ഇത് പാമ്പിനെ പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് കണ്ടിട്ടുണ്ട്. പാമ്പ് വേണ്ട, അതേ പരുന്ത് അതാടുണ്ട്. പരുന്ത് അത് വേണോ? പരുന്ത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. വേണ്ട അല്ലേ? എനിക്ക് വലിയൊരു ആഗ്രഹമില്ല. നമുക്ക് അത്ര വലിയ ആഗ്രഹമില്ലാത്ത സാധനങ്ങളൊന്നും പോയിട്ട് വെറുതെ നമ്മള് പൈസ കളയരുത്. ഇൻട്രസ്റ്റിംഗ് തിങ്സിന് പോയിട്ട് പൈസ കളയാം. അപ്പൊ നമുക്ക് അടുത്തത് എന്താ സാധനം എന്ന് നോക്കാട്ടാ. എന്നാലും ഞാൻ ഒരു നിമിഷം അങ്ങടെ ഇല്ലാണ്ടായിപ്പോ നെഞ്ചു ഇടിച്ച് ഇതായി. പിന്നെ ഇരുന്ന് വന്നപ്പോ എനിക്ക് കുറച്ച് സെറ്റായിരുന്നു. പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. പേടിയുണ്ടെങ്കിലും അല്ല ബേബി? അത് പറയൂലേ, ഡു തിങ്സ് ലൈക്ക് നമുക്ക് പേടിയുള്ള കാര്യങ്ങൾ ചെയ്ത് ഇതാക്കാന്ന്. ആ കോട്ട് ഭയങ്കര എന്താ പറയാ, അർത്ഥവത്തായ ഒരു കോട്ടാണ്. അതെ. നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോൾ ഒരു കുഞ്ഞ് ഇവിടെ കിടന്ന് പോത്ത് പോലെ കിടന്ന് ഉറങ്ങണ ഒരു ടൈഗർ. പോത്ത് പോലെ കിടന്ന് ഉറങ്ങണ ടൈഗർന്ന്. പാവട്ടാ. കുഞ്ഞിനെ എടുക്കണോ ഏവിയ? കുഞ്ഞിനെ എടുക്കണോ അതോ
ശരിക്കും വലിയതിന്റെ കൂടെ നിന്നാല് നമുക്ക് ആ ഒരു പവറേജ് സംഭവം കിട്ടും. കുഞ്ഞിന്റെ കൂടെ ക്യൂട്ട് സംഭവം കിട്ടും. എനിക്ക് കുഞ്ഞിനെ തലോടാം. കുഞ്ഞിനെ ആവുമ്പോ നമുക്ക് തലോടാൻ തോന്നുന്നു എനിക്ക്. മറ്റേത് പേടിച്ച് നമ്മള് നിക്കുക. ഏതാ വേണ്ടത്? ഫോട്ടോ വിത്ത് ടൈഗർ ലയൺ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ ആണെങ്കിൽ നമുക്ക് ഹൗ മച്ച് 400 ബാത്താണ് ഓരോന്നിനും ചാർജ് ചെയ്യുന്നത്. അതായത് ടൈഗർ ആൻഡ് ലയൺ സെപ്പറേറ്റ്. ടൈഗർ ആൻഡ് ലയൺ സെപ്പറേറ്റ് 400 or 1 ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ്. ആരെ കൂടെ എടുക്കണം നോക്ക്? How much? 650 കൂടുതലാണോ? എന്താ ചെയ്യുന്നേ? ഓക്കെ, ബേബി ചെറുതിനെ തൊട്ടോ. അത് കണ്ടങ്ങള് ഇതെന്താണ്? ശവാസനം. നോക്കിക്ക. ഇതേ കിടക്കുന്നുണ്ടോ? ഇവള് കുഞ്ഞിനെ തൊടാൻ പോവുക, ഞാൻ വലിയനെ തൊടുക. ഓക്കെ, ക്യൂട്ടില്ലേ? ഒരു മാസമായിട്ടുള്ളതാണ് പറയുന്നത് നമ്മൾ തൊടാൻ പോകുന്ന ബേബി ടൈഗറിന്. എനിക്ക് നഷ്ടമായി പോയിട്ടോ. വായും തുറന്ന് കിടക്കുന്നത്. ഇതിന്റെ അടുത്ത് പോയി കിടന്നാലോ? കുഞ്ഞ് ഭയങ്കര അഗ്രസീവ് ആണെന്ന് തോന്നുന്നല്ലേ? മെയിൽ ഓർ ഫീമെയിൽ? ആണാണ്. ഇതൊരു കച്ച തന്നെ. ഇപ്പൊ കാണുന്നത് നമ്മളെ ആടുവാണ്. അത് നോക്കണേ, ഫോൺ വെക്കുന്നത്. അപ്പൊ അവളോട് ഞാൻ ഫ്രണ്ടിൽ ഇരിക്കാൻ പറഞ്ഞ് ഞാൻ ബാക്കിൽ. ഞങ്ങൾ പോവാ കേട്ടോ, എല്ലാം എക്സ്പ്ലോർ ചെയ്ത് അടിപൊളിയായിരുന്നു ഇവിടെ. നമുക്കിവിടെ ഇപ്പൊ മെയിൻ ആയിട്ട് ടൈഗറും ഇതുമാണ് എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. ബാക്കി എല്ലാം നമ്മൾ ചെയ്ത്. ഓ, ഷീപ്പ് ഉണ്ടോ? അവളെ ഫേവറേറ്റ് ആണ് ആട്. You will come back, you're going? Exit over there, exit. That is exit. Okay. നമുക്ക് ആടിനെ ഭയങ്കര ജീവനാണ്. നോക്ക കുഞ്ഞാടുകൾ ഉണ്ടാവും. അതാ ബേബിന്റെ സ്മോൾ ബേബീസ്. വേർ ബേബീസ്? ഇത് മറ്റേ പിഗ്മിയാണ് ബേബി. ഇതാണ്ട് അതൊക്കെ അതാ കുഞ്ഞതാ അതിന്റെ ഉള്ളില്, ആ തള്ളയും കുഞ്ഞും. ഞങ്ങൾ പാടിനെ കാണാൻ കേറിയൊക്കെ. ഏതായാലും ഈ വഴിക്ക് പോകല്ലേ, അപ്പൊ ഇവിടെ ആട്ടുംകൂട്ടങ്ങൾ. പിഗ്മി ഗോട്ട്, മിനി പിഗ്മി ഗോട്ട്. ഐറ്റങ്ങൾ വളരെ നീ സൈസ് വരെയാണ് കേട്ടോ. അതെ, ഏകദേശം ഈ ഒരു സൈസൊക്കെ വളരുള്ളൂ. ഇങ്ങോട്ട് വാ.
ലൈഫ് തന്നെ കിടക്കുക തിന്നുക തൂറുക മൂത്രയ്ക്കുക. അതാണ് കപ്പൂസ് ബേബി. കപ്പൂസ് ബേബി ലൈഫ് അല്ലല്ലോ. ഇതിപ്പോ നമ്മളെ ഒരുമാതിരി മട്ടൻ ബിരിയാണി പുറത്ത് വെച്ചിട്ട് ഉള്ളിൽ നമ്മളെ പൂട്ടിട്ടോണ എന്നല്ല ലൈഫ്. അങ്ങനെ ഞങ്ങൾ അടുത്ത ഹോട്ടലിൽ എത്തിട്ടോ. അത്യാവശ്യം നല്ല വലിയ ഹോട്ടലാണ്. കണ്ടോ, നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. സീ ഫേസിങ് ആണിത്. കണ്ടോ, അടിപൊളി വ്യൂ ആട്ടോ. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ചെക്ക് ഇൻ ചെയ്യട്ടെ. ബേബി, അടിപൊളി വ്യൂ. റിസപ്ഷൻ ഇത് കണ്ടോ, ചില്ലിൻകുട്ടിൽ കപ്പൽ. ഇത് കപ്പലൊക്കെ ഇവിടെ വെച്ച കാരണം ഇവിടെ അടുത്ത് തന്നെ കടൽ അങ്ങ് കാണാൻ പറ്റുന്നുണ്ടാവും. കടലുണ്ട്, പിന്നെ സ്വിമ്മിങ് പൂള്. ആ ഒരു 360 ഡിഗ്രി ആ ഒരു സംഭവമാണെന്ന് തോന്നുന്നു. കടലിനെ ഫേസ് ചെയ്തിട്ടുള്ള സ്വിമ്മിങ് പൂളാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. ഫൈനലി നമ്മൾ റീച്ചായിരിക്കുന്നു. നൈസ്. ഇത് കണ്ടോ, ഒരു ഡിഫറെൻറ്റ് ഇൻറ്റീരിയർ. താങ്ക് യു. നൈസ് അല്ലേ? ഓ അടിപൊളി, എനിക്കിഷ്ടമായി ഇത്. ഇവിടെ ചെറിയൊരു ബാൽക്കണി സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് താഴേക്ക് നോക്കിയാൽ നമുക്ക് കുളിസീൻ കാണാം. പിന്നെ അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ ബാൽക്കണി കാണാൻ പറ്റും കേട്ടോ. നൈസ്, നല്ല ഇഷ്ടമായി ഇത്. ഈ റൂം നല്ല ഇഷ്ടമായി എനിക്ക്. റൂം അടിപൊളി അല്ലേ? ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഇൻറ്റീരിയർ. ഇവിടെ തന്നെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ കാണാൻ പറ്റും. ബാത്റൂം നോക്കി നോക്കാം. ബാത്ത് ടബ് ആൻഡ് എ സെപ്പറേറ്റ് ബാത്തിങ് ഏരിയ. സെറ്റപ്പ് എന്ന സാധനം. ഓ സെറ്റ്. എനിക്കിനി വേറൊന്നും വേണ്ട. അതില്ല, ആ പൂള് ഫേസ് ചെയ്യുന്ന കടലിലേക്കാ. പൂളിലൊന്ന് പോവായിരുന്നു അല്ലേ? തുറക്കാൻ പറ്റുമല്ലോ. പൂളിൽ പോയാൽ ഇറ്റ് വിൽ ബി ഫൺ ബേബി. അതല്ല ഞാൻ പറയുന്ന, അറ്റത്ത് കണ്ടോ? ഓ വാവ്. ആ സാധനം അവിടെ എങ്ങനെയാ പോവുകയല്ലേ? ഇതാ ഇതിലൂടെ ഇറങ്ങിപ്പോയാൽ മതി. അതാ നടന്നല്ല പോണ, നീതിയാ പോണൊരു വണ്ടി. വാവ്. ചോദിച്ചോക്കോ ബേബി. പുറത്ത് നൈസ് അല്ലേ?
സ്റ്റാർട്ടാപ്പില്ലേ അത് പോണം. ഇവിടെ അവിടെ നിന്ന് കയാക്കിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അടിപൊളി ഫുഡാട്ടോ. എങ്ങനെയുണ്ട് ബേബി ഫുഡ്? സൂപ്പർ. പിന്നെ നമ്മൾ ഈ ബീച്ച് വൈബും ഇതെല്ലാം ആസ്വദിച്ചത് ഇങ്ങനെ കഴിക്കുമ്പോൾ സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അടിപൊളി സൂപ്പർ. കോപ്പിറൈറ്റ് കിട്ടുമെന്തോ. അപ്പോൾ നമ്മൾ അൽക്കസാർ ഷോയിൽ കയറാൻ പോവുകയാണ്. നമ്മളുടെ ഡ്രൈവർ കം ടൂർ ഗൈഡ് പുള്ളിക്കാരി ഒരു ലേഡി ആയിട്ട് പ്രാവശ്യം. അപ്പോൾ പുള്ളിക്കാരി നമുക്ക് ടിക്കറ്റൊക്കെ സെറ്റാക്കാൻ ഉള്ളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കഴിഞ്ഞിട്ട് ഞാൻ ദൂരി അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ കുറച്ച് സ്ഥലത്ത് പോകാമെന്ന് വിചാരിക്കുന്നത്. ഡൂറിയൻ എന്ന് പറയുന്ന ഫ്രൂട്ടിൻ്റെ കാര്യം പുള്ളിക്കാരി പറഞ്ഞാൽ പുള്ളിക്കാരിയൊക്കെ കുറച്ചേ കഴിക്കലുള്ളൂ, അവർക്ക് കഴിക്കാൻ പറ്റില്ല മണം കാരണം കുറച്ചേ കഴിക്കലുള്ളൂ പറഞ്ഞു. നല്ല സ്വീറ്റാന്ന് പറഞ്ഞു. പിന്നെ 7-Eleven വേറെ ടോപ്പ് 21 അങ്ങനെ എന്തോ പറഞ്ഞിട്ട് സെയിം സാധനമാണ്. അപ്പോൾ ആ 2 ഷോപ്പും സെയിം ആണെന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അറിയില്ല, ഇത് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടിയുണ്ട്, വേറെ കുറച്ച് സംഭവങ്ങൾ നോക്കണം ടൈം ഉണ്ടെങ്കിൽ. ഇപ്പം തന്നെ ടയേർഡായിട്ടോ. നമുക്കാണെങ്കിൽ 7-Eleven കയറി നോക്കണം. പിന്നെ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കണം. അപ്പോൾ പോട്ടെ. നമ്മളങ്ങനെ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി ഞാൻ ഇവിടെ കയറിയ കേട്ടോ. ഇതാണ് ഡൂറിയൻ എന്ന് പറഞ്ഞ ഫ്രൂട്ട്. വൃത്തിയായിട്ടൊരു നാറ്റുണ്ട് കേട്ടോ. അതാണ് ഈ വേസ്റ്റ് മണക്കുമ്പോൾ ഉണക്കുന്നുണ്ട്, പക്ഷെ ടേസ്റ്റ് നല്ലതാണെന്ന് കേൾക്കുന്നു. ഓ നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് കിട്ടോ നോക്കിയേ. ചക്ക ഉണ്ട്. മാങ്ങ പറഞ്ഞു അതിനെത്ര ചോദിക്കും. മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ട് കേട്ടോ അവിടെ വേണമെങ്കിൽ. ഇന്നെന്തേ വാങ്ങ വേഗം. ആ മാങ്ങ ഒരെണ്ണം പറഞ്ഞു. ആ മതി മതി മതി. അങ്ങനെ ഫൈനലി നമ്മൾ മാങ്ങ വാങ്ങിയിട്ട് പോവുകയാണ്. കാരണം നമുക്ക് പുള്ളിക്കാരി കുറച്ച് ചുറ്റി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഇനി നമുക്ക് പോവാം. നമ്മളിനി 7-Eleven എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഇവള് ഫേമസ് ആണെന്ന് പറഞ്ഞിട്ട് അവിടെ കയറാൻ പോവാണ് കേട്ടോ. ഇവിടെ എന്താണ് ഫേമസ് എന്നുള്ളതൊന്ന് കയറി നോക്കട്ടെ. ഞാനിതുവരെ കണ്ടിട്ടൊന്നുമില്ല. ഇവളെന്തൊക്കെ കണ്ടിക്ക് നിന്ന് എന്തോ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്നതോ അങ്ങനെ എന്തോ അല്ലേ. ഓക്കെ നമുക്ക് കയറി നോക്കാം. നമ്മളിതൊക്കെ വാങ്ങി തിന്നുവോ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്തൊക്കെ സാധനങ്ങൾ. ഇതാ ഡ്യൂറിയൻ, എനിക്കത് മാത്രം അറിയാം. അടുത്ത് എന്തൊക്കെയോ സാധനങ്ങൾ. എന്തേ ബണ്ണോ എന്തോ വാങ്ങണോ? ബണ്ണൊക്കെ വാങ്ങി കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഓ നല്ല സോഫ്റ്റ് തൊട്ടൊക്കെ, നല്ല സോഫ്റ്റുള്ള ബണ്ണ്. ചീസ് ബിസ്ക്കറ്റ്, ബ്രെഡ്. ഇതൊന്നും എടുത്താലോ? ഓക്കെ ഇതൊന്നും എടുക്കാം. ട്രോളിയൊക്കെ എടുത്തേക്കുന്നത്
ഇതിലേക്ക് ഇനി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്തിടാം. ജസ്റ്റ് സ്നാക്സ് ഒക്കെ ഉള്ളൂ തോന്നുന്നുണ്ട്. ബേബി ഏട്ടാ ജ്യൂസ് ഉണ്ടാക്കുന്ന പറഞ്ഞേനെ. ബേബി ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് നമുക്ക് ഇവിടത്തെ പറ്റി പഠിച്ചിട്ടാ ജ്യൂസ് ഉണ്ടാക്കാം. ഇപ്പൊ just കേറിയിട്ട് വേറെ എന്തെങ്കിലും എടുത്തിട്ട് പോലെ. ഓക്കെ ഫൈൻ, അതാണ് നല്ലത്. ഇത് ഒന്ന് ഉന്തോ, ഇതാണെന്ന് തോന്നുന്നുണ്ട് ബേബി പറഞ്ഞ സാധനം. അല്ലേ, ഇതാണ് ആ ജ്യൂസ് ഉണ്ടാക്കുന്ന ആ ഒരു എക്വിപ്മെന്റ്. ഇതിൽ ജ്യൂസ് ഉണ്ടാക്കൽ പഠിച്ചിട്ടുണ്ടാക്കണം. ഓക്കെ, എനിവേസ് നമുക്ക് ഇവിടെ നിന്ന് നല്ലത് നീങ്ങാം. ഇനി ഇവിടെ ചിപ്സൊക്കെ നമുക്ക് തിന്നാൻ പറ്റിയതുണ്ട് കേട്ടോ. വേറെ ഇപ്പം എന്താ തിന്നാൻ പറ്റിയതൊക്കെ ഉള്ളത്? ചീറ്റോസ് ഉണ്ട്. വൈഡ് വെറൈറ്റീസ് ഓഫ് ചിപ്സ് ഉണ്ട്. ഇതിനൊക്കെ 20 baht. ഇതെടുക്കുന്നതാണ്. അപ്പം നമ്മൾ തായ്ലാൻഡിലത്തെ ഒത്തൻറ്റിക് ആയിട്ടുള്ള മാംഗോ സ്റ്റിക്കി റൈസ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. പാർസലാണ് വാങ്ങുന്നത്. നമുക്കിവിടെ ഇരുന്ന് കഴിക്കാനുള്ളൊരു ഇതില്ല. സോ നമ്മൾ പാർസൽ വാങ്ങുകയാണ് കേട്ടോ. വാങ്ങിയിട്ട് അവിടെ പോയിട്ട് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. ഇത്തിരി ക്വാണ്ടിറ്റി ഇത്തിരിയേ ഉള്ളൂ. 150 baht ആണ് അതിനെ പറയുന്നത്. 80 baht ആണെങ്കിൽ അതിനേക്കാൾ കുറവ്. വിശപ്പും കൂടി മാറൂല. എന്തായാലും നമുക്ക് നോക്കാം, കഴിച്ചിട്ട് പറയാം. ഇവിടെ കൈമൊരു പ്രാണി. പിന്നെ നമ്മൾ മാംഗോ സ്റ്റിക്കി റൈസ് വാങ്ങി. അത് 80 ബാത്തിന്റെ ഉണ്ടായിരുന്നു, 150 ബാത്തിന്റെ ഉണ്ടായിരുന്നു. 80 ബാത്തിന്റെ ഹാഫ് റൈസാണ് ഉണ്ടാവുക പാത്രത്തിൽ. മറ്റേ 150 ആണെങ്കിൽ അത് ഫുൾ ഉണ്ടാവും. അപ്പം അങ്ങനെ നമ്മൾ 150 300 രൂപക്ക് 300 ബാത്തിന് വാങ്ങി. അത് കഴിച്ച് തുടങ്ങിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു വേറൊരു സാധനം അല്ലേ ബിയെ? പക്ഷെ കഴിച്ച് വരുമ്പോൾ ഇത്തിരി മട്ടിക്കും മധുരമായതുകൊണ്ട്. അതല്ലാതെ നല്ലൊരു സാധനം. അരിയൊക്കെ വേവിച്ച് അലിഞ്ഞ് അങ്ങനത്തെ ഒരു സാധനം കേട്ടോ. നല്ലൊരു ഇതായിരുന്നു. നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിയത്, പുറത്തുനിന്ന്. അങ്ങനെ നല്ലൊരു സംഗതി. പിന്നെ 7-Eleven കയറി. പക്ഷെ അവിടെ നിന്ന് എന്താ വാങ്ങേണ്ടത്, എന്താ കാട്ടേണ്ടതെന്നൊന്നും അറിയാൻ പാടില്ലായിരുന്നു. കാർത്തോപ്പിക്ക് മുള്ളാൻ മുട്ടിയിട്ട് നമ്മൾ വേഗം പോരുകയും ചെയ്തു. അങ്ങനെ പക്ഷേ ഇന്ന് കുറച്ച് റീസെർച്ച് ചെയ്യണം. എന്നിട്ട് നാളെ 7-Eleven എന്താ വാങ്ങേണ്ടത്, എന്താ നാട്ടിൽ കൊണ്ടുവരേണ്ടത് എന്നൊക്കെ നോക്കണം. സ്കിൻ കെയർ, പിന്നെ കുറച്ച് കുടിക്കാൻ അവിടെ നിന്ന് ഡ്രിങ്കൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ അതൊക്കെ നോക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇനി ഇന്നത്തെ പരിപാടി. അങ്ങനെ നമ്മുടെ Day 1 ഇൻ തായ്ലൻഡ് ഇവിടെ കഴിയുകയാണ്. നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ഇടുക കേട്ടോ, എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ആവണം, പിന്നെ കിടന്ന് ഉറങ്ങണം. അതാണ് ഇനി ഇന്നത്തെ പ്ലാൻ. കാലൊക്കെ അങ്ങോട്ട് വേദന എടുത്തു പോയി. വാക്കിംഗ് സ്ട്രീറ്റിലൊക്കെ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് പോയില്ല. നാളെ പോകാമെന്ന് വിചാരിച്ച്. കാരണം എന്താ ക്ഷീണിച്ച് നമ്മൾ ഉറങ്ങിയിട്ടുമില്ല. അപ്പം അതൊക്കെ ഒന്ന് സെറ്റായി. നാളെ എവിടെ പോണാ? വാക്കിംഗ് സ്ട്രീറ്റ്. രാവിലെ അല്ലേ പോമണ്ടി? രാവിലെ നമ്മൾ കോറൽ ഐലൻഡിലാണ് പോണേ. അപ്പോൾ ഐലൻഡ് വൈബ്സ് ആയിരിക്കും. അപ്പോൾ നാളെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഇതാക്കണമെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നാളെ കാണാം. വ്ളോഗ് കാണാതിരിക്കരുത് കേട്ടല്ലോ.